ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉയർന്ന രോഗമുക്തി നിരക്ക് കൊറോണ വൈറസ് ദുർബലമായെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതായും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. കേരളത്തിൽ ഇന്ന് 5420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5149 പേർ രോഗമുക്തി നേടി. പോസിറ്റിവിറ്റി നിരക്ക് 9.04%. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജാഗ്രത തുടരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് സംബന്ധിച്ച രാജ്യത്തെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാനായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം. കോവിഡിനെതിരെ ഇന്ത്യ ശക്തമായി പോരാടിയതായി വിലയിരുത്തിയ പ്രധാനമന്ത്രി കോവിഡ് പരിശോധന ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി. രാജ്യത്തെ ഉയർന്ന രോഗമുക്തി നിരക്ക് കൊറോണ വൈറസ് ദുർബലമായെന്ന തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള ശ്രദ്ധക്കുറവിന് വഴിതെളിക്കുന്നതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ മരുന്ന് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും പരമാവധി രോഗവ്യാപനം കുറയ്ക്കേണ്ടതുമാണ്. രോഗസ്ഥിരീകരണ നിരക്ക് 5% താഴെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി. വെന്റിലേറ്റർ, ഓക്സിജൻ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾ നടത്തിയ മികവുറ്റ പോരാട്ടത്തെ അഭിനന്ദിച്ചു. സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് പ്രതിരോധ മരുന്ന് വിതരണത്തിനാവശ്യമായ പ്രത്യേക നയത്തിന് രൂപം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പ്രതിരോധ മരുന്നുകൾ ശീതീകരിച്ച് സംഭരിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കാനായി സംസ്ഥാനങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന അവലോകന യോഗത്തിൽ ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ദേശസുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. മുൻപ് 2 തവണകളിലായി 177 ആപ്പുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ചു. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നിരവധി ജില്ലകളിൽ വലിയ തോതിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 24 മണിക്കൂറിൽ ചുഴലിക്കാറ്റിന്റെ തീവ്രത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. നാളെ വൈകിട്ടോടെ കാരയ്ക്കലിനും മാമല്ലപുരത്തിനും ഇടയിലായി നിവർ തീരം തൊടും. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. പ്രളയഭീഷണിയുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നിവർ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിന്റെ തീരമേഖലകളിൽ വീശിയടിക്കാൻ സാധ്യത. ചുഴലിക്കാറ്റിനെ തുടർന്ന് അടുത്ത 3 ദിവസങ്ങളിൽ തീരപ്രദേശങ്ങളിലും റായൽസീമ മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മേഖലകളിലുള്ളവർ നാളെയും മറ്റന്നാളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ബീഹാറിൽ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. NDA സ്ഥാനാർത്ഥിയായി മുതിർന്ന BJP നേതാവ് വിജയ് സിൻഹയും മഹാസഖ്യത്തിനു വേണ്ടി RJD നേതാവ് അവധ് ബിഹാരി ചൌധരിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 243 അംഗ ബീഹാർ നിയമസഭയിൽ BJPയുടെ 74 അംഗങ്ങൾ ഉൾപ്പെടെ 125 പേരുടെ പിന്തുണയാണ് NDAയ്ക്കുള്ളത്. മഹാസഖ്യത്തിന് 110ഉം RJDക്ക് 75ഉം സീറ്റുകളാണുള്ളത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ആന്ധ്രാപ്രദേശിലെ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിയത്. എയർ ഇന്ത്യ 1B 777 വിമാനത്തിന്റെ കന്നിയാത്രയുടെ ഭാഗമായി റേണിഗുണ്ട വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ആന്ധ്ര ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 2 ദിവസം നീളുന്ന ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസർ സമ്മേളനത്തിന് ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ നാളെ തുടക്കമാകും. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വ്യവസ്ഥകളുടെ സന്തുലിത സഹകരണം ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിലേക്കുള്ള താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം സംഘടിപ്പിക്കുക. സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു ചടങ്ങിൽ പങ്കെടുക്കും. ഭരണഘടനാ ദിനമായ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 5420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5149 പേർ രോഗമുക്തി നേടി. 24 കോവിഡ് മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. 59,983 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 9.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സംസ്ഥാനത്ത് ജനങ്ങൾ ജാഗ്രത കൈവെടിയരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭക്ഷണശാലകൾ കോവിഡ് തരംഗത്തിന്റെ അടുത്ത കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഭക്ഷണശാലകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സ്കൂളുകളും കോളേജുകളും ഉടൻ തുറക്കില്ല. എന്നാൽ രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ ഉയർന്ന ക്ലാസുകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തുറക്കുന്ന കാര്യം പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ശബരിമല തീർത്ഥാടകരും ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.76% ഉയർന്നു. 86 ലക്ഷത്തിലധികം പേരാണ് രാജ്യത്ത് ഇതിനകം സുഖം പ്രാപിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42,000-ത്തിലധികം പേർ സുഖം പ്രാപിച്ചു. ഇതേ കാലയളവിൽ 38,000-ത്തോളം പുതിയ കേസുകൾ മാത്രമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4,30,000-ത്തോളം രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 1.46% മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 480 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,34,000-ന് മുകളിലെത്തി. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 91,77,000-ന് മുകളിലാണ്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,97,00,000-ലേക്ക്. 4,13,00,000-ത്തോളം പേർ രോഗമുക്തി നേടി. 14,00,000-ത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1,70,00,000-ത്തോളം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 6 ദിവസം നീളുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ബഹ്റിൻ, UAE, സീഷെൽസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 രാഷ്ട്രങ്ങളിലെയും ഉന്നത നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവരുമായി ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക വിഷയങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് അദ്ദേഹം ചർച്ചകൾ നടത്തും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ ചെന്നൈയിൻ പോരാട്ടം പുരോഗമിക്കുന്നു. ഗോവയിലെ തിലക് മൈതാനിലാണ് മത്സരം. ഇരു ടീമുകളുടെയും ഈ സീസണിലെ ആദ്യ മത്സരമാണിത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് ഒഡീഷയെ 1-0 തോൽപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ വിജയിയായി അംഗീകരിച്ചു. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ തുടർന്ന് അധികാരം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് അധികാര കൈമാറ്റം പ്രക്രിയയ്ക്ക് തുടക്കമായിരിക്കുന്നത്. നഗ്രോട്ട ഭീകരാക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി ചർച്ച നടത്തി. സുരക്ഷ, നയതന്ത്രം, ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നിവ സംബന്ധിച്ച നടപടികളും നഗ്രോട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളും വിദേശകാര്യ സെക്രട്ടറി പ്രതിനിധികളെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 28 വരെ നീട്ടി. ഡിസംബർ 31 വരെയായിരുന്നു നേരത്തെ അനുവദിച്ചിരുന്ന സമയം. കോവിഡിന്റെ സാഹചര്യത്തിൽ തീയതി നീട്ടണമെന്ന് പെൻഷൻകാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ ഉയർന്ന രോഗമുക്തി നിരക്ക് കൊറോണ വൈറസ് ദുർബലമായെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതായും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. കേരളത്തിൽ ഇന്ന് 5420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5149 പേർ രോഗമുക്തി നേടി. പോസിറ്റിവിറ്റി നിരക്ക് 9.04%. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.